കരിച്ചേരി വിളക്കുമാടം ശ്രീ വെങ്കട്ടരമണ ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ കളിയാട്ട മഹോത്സവത്തിന് ആരവമുയർന്നു. 12 നാളുകളിലായി നടക്കുന്ന മഹോത്സവത്തിന് തുടക്കം കുറിച്ച് കലവറ നിറയ്ക്കൽ ചടങ്ങ് നടത്തി. This news sponsored by Yenappoya Speciality Hospital, Kodiyal Bayal, Mangalore. ആരാധിക്കാൻ പഠിപ്പിച്ച സംതൃപ്തരായ ഋഷീശ്വരന്മാർ ഭാരതത്തിനും ഭാരതീയനും വേണ്ടി സമ്മാനിച്ച പ്രാർത്ഥനാനിരതമായ പ്രയത്നങ്ങൾക്ക് സാക്ഷാത്കാരം നൽകിക്കൊണ്ടാണ് കരിച്ചേരി വിളക്കുമാടം ശ്രീ വെങ്കട്ടരമണ ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ കളിയാട്ട മഹോത്സവത്തിന് ആരവമുയർന്നിരിക്കുന്നത്. കലശ മഹോത്സവം മാർച്ച് 19 മുതൽ 28 വരെയുള്ള ദിവസങ്ങളിലും കളിയാട്ടം ഏപ്രിൽ 1-2 തീയതികളിലുമാണ് നടക്കുന്നത്. ഇങ്ങനെ ആകെ 12 നാളുകളിലായി നടക്കുന്ന മഹോത്സവത്തിന് സമാരംഭം കുറിച്ചുകൊണ്ടാണ് വ്യാഴാഴ്ച രാവിലെ വിപുലമായ രീതിയിൽ കലവറ നിറയ്ക്കൽ ചടങ്ങ് നടത്തിയത്. ഫലങ്ങളും പച്ചക്കറികളും ധാന്യങ്ങളുമെല്ലാമായി നാനാഭാഗങ്ങളിലുള്ള ഭക്തജനങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. മുത്തുക്കുടകളുടെയും വാദ്യമേളങ്ങളുടെയും ബാൻഡ് മേളങ്ങളുടെയും അകമ്പടിയിൽ കേരളീയ വേഷവിധാനങ്ങളോടുകൂടി അവ്വാടക്കം താഴത്തുവീട് തറവാട്, നെട്ടാങ്കോട്ട് ഭഗവതിക്ഷേത്രം, പെരലടക്കം ഗോപാലകൃഷ്ണ ക്ഷേത്രം, കരിച്ചേരി തായ്വഴി തറവാട് എന്നിവിടങ്ങളിൽ നിന്നും ഒപ്പം മറ്റു തറവാടുകളിൽ നിന്നും എത്തിച്ചേർന്ന കലവറ ഘോഷയാത്രകളിൽ പ്രായലിംഗ ഭേദമന്യേയുള്ള നിരവധി ആളുകൾ അണിചേർന്നു. വർണ്ണപ്പൊലിമയോടെ വന്നെത്തിയ ഘോഷയാത്രകൾ മഹോത്സവത്തിൻ്റെ വരവിളിയും വിളംബരവുമായി മാറി. എല്ലാ ഘോഷയാത്രകളും വിളക്കുമാടം ക്ഷേത്രത്തിന് മുന്നിലായി സംഗമിച്ച് ഇവിടെ നിന്നും മഹാഘോഷയാത്രയായാണ് തിരുമുറ്റത്തേക്ക് പ്രവേശിച്ചതും ശ്രീകോവിലിനെ പ്രദക്ഷിണം വെച്ചതും തുടർന്ന് ദ്രവ്യങ്ങൾ സമർപ്പണം നടത്തിയത്. ഉത്സവാഘോഷ കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് എ ബാലകൃഷ്ണൻ നായർ, നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ കെ ഗംഗാധരൻ നായർ മുനിക്കൽ, ട്രസ്റ്റി ബോർഡ് ചെയർമാൻ കെ മോഹനൻ നായർ, ആഘോഷ കമ്മിറ്റി കൺവീനർ രവീന്ദ്രൻ കരിച്ചേരി, പ്രചരണ കമ്മിറ്റി ചെയർമാൻ എ ദിവാകരൻ കുഞ്ഞിത്തോട്, കെ ഗോപാലകൃഷ്ണൻ കരിച്ചേരി, ബേബി ബാലൻ നെട്ടാങ്കോട്ട് എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി. അനിവാര്യമായ താന്ത്രിക പൂജാതി കർമ്മങ്ങൾക്കു പുറമെ വിവിധങ്ങളായ ആധ്യാത്മിക കലാസാംസ്കാരിക പരിപാടികളോടെയാണ് ഇവിടെ ബ്രഹ്മകലശ മഹോത്സവം നടത്തുന്നത്. ഇതിൻ്റെ വിജയകരവും മാതൃകാപരവുമായ പൂർത്തീകരണത്തിനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും കാലേക്കൂട്ടി തന്നെ പൂർത്തീകരിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, ഉദുമ.